GST റിഫോംസ്. ഇത് വളരെ നേരത്തെ പല ആൾക്കാരും ആവശ്യപ്പെടുന്നതാണ് GST റിഫോംസ്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും, ഞാൻ പല ആവർത്തി വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഇന്ത്യയിൽ ഉണ്ടാക്കുന്നൊരു പ്രോഡക്റ്റിന് അമേരിക്കയിൽ വിലക്കുറവ്, ഇത്രയും ചെലവും എല്ലാം കൊടുത്തിട്ട് അവിടുത്തെ ടാക്സും കഴിഞ്ഞ് അവിടെ വിലക്കുറവ്. പക്ഷേ ഇന്ത്യയിൽ അതിന് ഒരു പ്രോഡക്റ്റിൻ്റെ വില എന്ന് പറയുന്നത് 600-700 രൂപയുടെ വ്യത്യാസം. കാരണം ഞാൻ അനുഭവിച്ച ഈ സംഭവം. എന്തുകൊണ്ടാണ് ഇത്രയും വ്യത്യാസം വരുന്നത്? അപ്പം അതുമായി ബന്ധപ്പെട്ട് ഞാൻ പല ആവർത്തി ഫിനാൻസ് മിനിസ്റ്ററിക്ക് ഓരോ ബജറ്റിലും ഞാനിത് പാവം പിടിച്ചവന്. പക്ഷേ എനിക്കറിയാവുന്ന കാര്യങ്ങൾ, പല രാജ്യങ്ങളിൽ പോയി പല സാധനങ്ങൾ മേടിച്ചിട്ട് അത് ഇന്ത്യയിൽ കമ്പയർ ചെയ്യുമ്പോൾ ഈ പറയുന്ന ആൾക്കാർ സാധാരണക്കാരന് അഫോർഡബിൾ അല്ല വാങ്ങാൻ. പക്ഷെ ഇവിടുന്ന് ഇന്ത്യയിൽ നിന്ന് അവിടുന്ന് ഫ്ലൈറ്റ് ടിക്കറ്റ് കൊണ്ടുപോയിട്ട് ഈ സാധനം വലിയ 2 പെട്ടിയും മേടിച്ചിട്ട് അവൻ്റെ സാധനം കൊണ്ടുവരിക. അതായത് GST റിഫോംസ് ഇപ്പോഴുണ്ടായ സംഭവം. ഇതിപ്പോഴെന്തുവാ മോദി സർക്കാരിൻ്റെ തലയ്ക്കകത്ത് ഇപ്പോഴാണോ കോപ്പ് കയറിയത്? അമേരിക്കയുടെ ടാരിഫിനെ പേടിച്ചു, അത്ത കാര്യം, വേറെ ഒന്നുമല്ല ഇത് ഇഷ്യൂ. അമേരിക്കൻ ടാരിഫ് തല മണ്ടയിലടിച്ചു, ഇന്ത്യൻ എക്കോണമി താഴോട്ട് പോവും. അതിൽ പേടിച്ച് കൊണ്ടുവന്നതാണ് ഈ പറയുന്ന റിഫോംസ്. അതായത് 2 സ്ലാബ് മാത്രം. ഇതിൽ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഈ ഗവൺമെൻറ് ഭയങ്കര വിലയെടുക്കാൻ, കാറിനും മറ്റേ SUV-ക്കൊക്കെ വില കുറയും. മനസ്സിലാക്കുക, കഴിഞ്ഞ 6 വർഷം കൊണ്ട് ഏറ്റവും മോശമായ രീതിയിലാണ് കാറിൻ്റെ സെയിൽസ് പോകുന്ന, ഡിക്ലൈൻ ചെയ്യുകയാണ്. സ്റ്റോറിൽ ഇങ്ങനെ കിടക്കുവാണ്, വെയർ ഹൗസിൽ. കാരണം കാറ് സെയിൽസ് നടക്കുന്ന, എക്കോണമി മോശമാണ്.